കോവിഡ് സാഹചര്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കും കാഴ്ചകൾ കാണാനുമായി പുറത്തിറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇടവക ജനങ്ങൾക്കും നാട്ടുകാർക്കും കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരിക്കുകയാണ് ആലുവ പെരിയാർമുഖം സെന്റ് ജോസഫ് ദേവാലയം. സമ്മാനങ്ങളുമായി രഥത്തിൽ വരുന്ന സാന്താക്ലോസിന്റെ മാതൃക ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം നിർമ്മിച്ചിരിക്കുന്ന സ്നോമാനും ദീപാലങ്കാരമായ ക്രിസ്മസ് ട്രീയും കുട്ടികളെ ഉൾപ്പെടെ ആകർഷിക്കുന്നു. ആഘോഷങ്ങൾക്കും ക്രിസ്മസ് കരോൾ ഉൾപ്പെടെ എല്ലാ വർഷവും പതിവ് പോലെ നടത്തിവരാറുള്ള ക്രിസ്മസ് ഗാനസന്ധ്യകൾക്കുമെല്ലാം നിയന്ത്രണം വന്നതിനെ തുടർന്ന് തിരക്ക് നിയന്ത്രിച്ച് കാഴ്ചയുടെ വിരുന്നൊരുക്കാനാണ് പെരിയാർമുഖം പള്ളിയിൽ ഇത്തരത്തിലൊരു ആശയം നടപ്പിലാക്കിയതെന്ന് വികാരി ഫാദർ സെൻ കല്ലുങ്കൽ പറഞ്ഞു. 2020 നമുക്ക് ഒത്തിരിയേറെ വേദനകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉളവാക്കുന്ന ഓർമ്മകളാണ് നൽകുന്നതെങ്കിലും പെരിയാർമുഖം സെന്റ് ആൻഡ്രൂസ് ഇടവകയിലെ യുവജനങ്ങൾ ഈ വർഷത്തെ ക്രിസ്മസ് ഏവർക്കും സന്തോഷകരമാവുന്ന ഒരു അനുഭവമാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള അലങ്കാരങ്ങളോടുകൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഒരു ആൾക്കൂട്ടം സാധ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ദേവാലയ പരിസരത്ത് വരാനും ക്രിസ്മസ് നൽകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ പ്രത്യാശയും ഒക്കെ ഒരു പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകാൻ, ഒരു മാനസികവും ആത്മീയവുമായ സന്തോഷം ഉളവാക്കാൻ ഈ ക്രിസ്മസ് സഹായിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് റെയിൻഡിയേഴ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മാനുകളെ ഉണ്ടാക്കിയത്. മഞ്ഞു മനുഷ്യന്റെയും സാന്താക്ലോസിന്റെ ചുവന്ന നിറത്തിലുള്ള മനോഹരമായ രഥത്തിന്റെയും ഫ്രെയിം ഇരുമ്പ് ചട്ടയാണ്. അതിൽ പഞ്ഞിയും തുണിയും പശ കൊണ്ട് ഒട്ടിച്ചാണ് മനോഹരമായ ഈ രഥം പൂർത്തീകരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പാതിരാ കുർബാന ഈ വാഹനത്തിലാണ് നടത്തപ്പെട്ടത്. മനോഹരമായ ഈ കാഴ്ചകളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇടവകയിലെ യുവജനങ്ങളും ഒപ്പം പള്ളി കമ്മിറ്റി അംഗങ്ങളും ദിവസങ്ങളോളമാണ് പരിശ്രമിച്ചത്. ACV ന്യൂസ്, ആലുവ.